അറിവിൻ്റെ വലിപ്പവും മഹത്വവും അത് നമ്മൾ കണക്ക് കൂട്ടുന്നതോ നമ്മൾ അളന്നു നോക്കുന്നതോ തൂക്കി നോക്കുന്നതോ ഒന്നും അല്ല. അതിൻ്റെ കനം വേറെ തന്നെയാണ്. ജാമിഉ ബയാനിൽ ഇൽമി വഫദ്ലിഹി എന്നൊരു കിതാബുണ്ട് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹു തആലക്ക്. ആ കിതാബിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള ഒരു ഉദ്ധരണി അദ്ദേഹം എടുത്തു കൊടുക്കുന്നുണ്ട്. ഈ ഷെയ്ത്താൻ്റെ ഇബ്ലീസിൻ്റെ കൂട്ടാളികൾ അവർ ലീഡറിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, ഒരു ആലിമായ മനുഷ്യൻ മരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. നല്ല അറിവുള്ള ഒരാൾ മരിക്കുന്ന സമയത്ത് നിങ്ങൾ വല്ലാതെ സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു. എന്നാൽ ഒരു ആബിദായ മനുഷ്യൻ രാവും പകലും ഇബാദത്തുകൾ ചെയ്യുന്ന, രാത്രിയൊക്കെ നിന്ന് നിസ്കരിക്കുന്ന ഒരാൾ മരിക്കുമ്പോൾ നിങ്ങൾ അത്ര സന്തോഷിക്കുന്നത് ഞങ്ങൾ കാണുന്നില്ലല്ലോ എന്നാണ്. അപ്പോൾ ഇബ്ലീസ് അവൻ്റെ കൂട്ടാളികളോട് പറയാണ്, ഇൻതലിക്കു, നിങ്ങളിൻ്റെ കൂടെ വരൂ, ഞാൻ കാണിച്ചു തരാം എന്താണൊരു ആലിമ് മരിക്കുമ്പോൾ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കാനുള്ള കാരണം. ഒരു ആബിദ് മരിക്കുന്നതിനേക്കാളും എനിക്ക് ഒരു ആലിമ് മരിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. അങ്ങനെ ഇബ്ലീസ് അവൻ്റെ കൂട്ടാളികളെയും കൂട്ടിയിട്ട് ഒരു ആബിദിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ, ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കുന്ന ഒരാളുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഫഖാല ലഹു ഇബ്ലീസ്, എന്നിട്ട് അയാളോട് ഇബ്ലീസ് ചോദിക്കുകയാണ്, ഹൽ യഖ്ദിറു റബ്ബുക അൻ യജഅല ദുനിയ ഫി ജൗഫി ബൈദത്തിൻ, അല്ലാഹുവിന് ഈ ദുനിയാവ് മുഴുവൻ ഒരു കോഴിമുട്ടയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? കോഴിമുട്ടയുടെ ഉള്ളിലേക്ക് ആക്കാൻ കഴിയുമോ? അപ്പോൾ ആ ആബിദായ മനുഷ്യൻ പറഞ്ഞു, അത് കഴിയൂല. അയാളുടെ ആ ബുദ്ധി വെച്ചിട്ട്, അയാളുടെ അറിവ് വെച്ചിട്ട് അയാൾ പറഞ്ഞത് അത് അള്ളാഹുവിന് പറ്റൂല എന്നുള്ളതാണ്. അയാൾ പറഞ്ഞ ആ വാക്ക് കുഫ്രാൻ. കാരണം അള്ളാഹുവിന് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പോൾ ഇബ്ലീസ് അവൻ്റെ കൂടെയുള്ള ആൾക്കാരോട് പറയാണ്, ആ തറൗനഹു കഫറ ഫീ സഅത്തിൻ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരൊറ്റ നിമിഷം കൊണ്ടാണ് അയാൾ ചെയ്ത ഇബാദത്തുകൾ മുഴുവൻ അയാൾ ബാത്തിലാക്കി കളഞ്ഞത്, അയാൾ കുഫറിൽ പെട്ടുപോയത്. എന്നിട്ട് ഇബ്ലീസ് അവൻ്റെ കൂട്ടാളികളെയും കൂട്ടിയിട്ട് ഒരു ആലിമിൻ്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് ഈ ആബിദിനോട് ചോദിച്ച അതേ ചോദ്യമാണ് ആലിമിനോട് ചോദിക്കുന്നത്. ഈ ദുനിയാവ് മുഴുവൻ അള്ളാഹുവിനൊരു കോഴിമുട്ടയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോൾ ആ ആലിമായ മനുഷ്യൻ പറഞ്ഞു, നാം, തീർച്ചയായിട്ടും അള്ളാഹുവിന് കഴിയും. കൈഫ്, എങ്ങനെയാണ് അള്ളാഹുവിന് അത് പറ്റുക? അള്ളാഹു എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചാൽ കുൻ ഫയകൂൻ, അള്ളാഹു അത് ഉണ്ടാകുമെന്ന് പറയും, അപ്പോൾ അത് ഉണ്ടാകുന്നു. അപ്പോൾ ശൈത്താൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഒരു ആലിമ് മരിക്കുമ്പോൾ ആബിദ് മരിക്കുന്നതിനേക്കാളും സന്തോഷം ഇബ്ലീസിന് ഉണ്ടാകുന്നത് എന്ന്. അപ്പോൾ അറിവുള്ള ഒരാളും അറിവില്ലാത്ത ഒരാളും ഒരിക്കലും സമമാവുകയില്ല, തുല്യമാവുകയില്ല. അറിവിന് വേണ്ടി നമ്മൾ മാറിയിരിക്കുന്ന സമയം അതൊരിക്കലും നമുക്ക് നഷ്ടമല്ല. ഏറ്റവും വലിയ പുണ്യവും ശ്രേഷ്ഠതയുമുള്ള ഒരു ഇബാദത്തിലാണ് നമ്മളുള്ളത്. അറിവന്വേഷിക്കുമ്പോൾ, അറിവ് തേടുമ്പോൾ എന്ന ചിന്ത എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ടാകണം. അറിവിനെ സ്നേഹിക്കുക, അറിവിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക, പ്രയത്നിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആദ്യം എന്നോട് ഒന്നാമതായിട്ടും രണ്ടാമതായിട്ടും മൂന്നാമതായിട്ടും പറയാനുള്ളത്, നമ്മൾ ഇഖ്ലാസ് ഉള്ളവരാകണം. നമ്മൾ ഏത് ഇബാദത്ത് ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കൂലിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ജാമ്യയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആദ്യം വരുന്ന കാലത്തൊക്കെ പുതിയ കുട്ടികൾക്ക് ആദാബു താലിബുൽ ഇൽം എന്ന കിതാബ് വായിച്ചു തരും. അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട മര്യാദകൾ, അങ്ങനത്തെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മുടെ ഉസ്താദുമാർ നമുക്ക് വായിച്ചു തന്നിരുന്നു. ആ വായിച്ചു തന്ന എല്ലാ ഗ്രന്ഥങ്ങളുടെയും തുടക്കത്തിൽ ഒന്നാമത്തെ അദബായിട്ട്, അറിവ് പഠിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ മര്യാദയായിട്ട് മുഴുവൻ കിതാബുകളിലും പറഞ്ഞിട്ടുള്ളത് അൽ ഇഖ്ലാസ്. അവൻ ഇഖ്ലാസ് ഉള്ളവനാകണം എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കൂലി പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം അവൻ അറിവ് അന്വേഷിക്കേണ്ടത്, അറിവ് തേടേണ്ടത്. അതിന് അള്ളാഹു തരുന്ന സ്വീകാര്യത വളരെ വലുതായിരിക്കും. നമ്മുടെ ഇഖ്ലാസ് അനുസരിച്ചിട്ട് ആ കർമ്മത്തിന് അള്ളാഹു നൽകുന്ന സ്വീകാര്യതയിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ അൽ മന്ദൂമത്തുൽ ബൈക്കൂനിയ എന്നൊരു കിതാബുണ്ട്. ഒരു 34 വരികളുള്ള ഒരു ബൈത്താണത്. ഉസൂൽ ഹദീസാണ് ആ ബൈത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയം. ആ അൽ മന്ദൂമത്തുൽ ബൈക്കൂനി എഴുതിയ ഇമാം ബൈക്കൂനി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് ഉറപ്പിച്ച് പറയാനുള്ള രേഖകളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പേര് ഉമറാണ് എന്ന അഭിപ്രായമുണ്ട്, ഉമർ ബിൻ മുഹമ്മദ് ആണെന്നുള്ള അഭിപ്രായമുണ്ട്, അല്ല തോഹയാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന അഭിപ്രായവും ഉണ്ട്. അദ്ദേഹം ജനിച്ച വർഷം ഏതാണ്? ഒരു രേഖയില്ല. അദ്ദേഹം മരിച്ച വർഷം ഏതാണ്? ഉറപ്പിച്ച് പറയാൻ ഒരു രേഖയും ലഭ്യമല്ല. പക്ഷേ അൽ മന്ദൂമത്തുൽ ബൈക്കൂനിയ എന്ന കിതാബിന്
അള്ളാഹു നൽകിയ സ്വീകാര്യത വളരെ വലുതായിരുന്നു. കാരണം ഉസൂൽ ഹദീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആദ്യം പഠിക്കുന്ന മത്നുകളിൽ ഒന്നാണ്, ടെക്സ്റ്റുകളിൽ ഒന്നാണ് അൽ മന്ദൂമത്തുൽ ബൈക്കൂനിയ. നമ്മളൊക്കെ ജാമ്യയിലെത്തിയ സമയത്ത് ആദ്യം ഉസൂൽ ഹദീസിൽ പഠിച്ച മനപ്പാടമാക്കിയ ഒരു കിതാബാണ് അൽ മന്ദൂമത്തുൽ ബൈക്കൂനിയ. അപ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത് അത് എഴുതിയ ആളുടെ പേരെന്താണെന്ന് ഉറപ്പിച്ച് പറയാൻ രേഖകളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ നാട് ഏതാണ്, അദ്ദേഹം ജനിച്ച വർഷം ഏതാണ്, മരിച്ച വർഷം ഏതാണ്, ഇതൊന്നും ഉറപ്പിച്ച് പറയാനുള്ള ഒരു അടയാളവും ഇല്ല, ഒരു രേഖയും ബാക്കിയില്ല. പക്ഷേ ആ ഗ്രന്ഥത്തിന് അള്ളാഹു വലിയ സ്വീകാര്യത കൊടുത്തു. അത് ഇഖ്ലാസിന് അള്ളാഹു കൊടുക്കുന്ന സ്വീകാര്യതയാണ്. ഇപ്പോൾ ഇമാം നവവി റഹിമഹുല്ലാഹു തആലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഗ്രന്ഥം കേൾക്കാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? നമ്മളെല്ലാവരും കേട്ടു പരിചയമുള്ളൊരു കിതാബാണ് റിയാദുസ് സാലിഹീൻ. എന്നാൽ റിയാദുസ് സാലിഹീൻ മാത്രമാണ് ലോകത്തുള്ള ഒരു ഹദീസ് ഗ്രന്ഥം അല്ല. പക്ഷെ ആ റിയാദുസ് സാലിഹീന് ഒരു സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര മദ്ഹബുകളുണ്ട്? നമ്മൾ 4 മദ്ഹബ് എന്നാ പറയുക. 4 മദ്ഹബ് മാത്രമാണ് ലോകത്തുള്ളത് അല്ല. 4 മദ്ഹബുകൾ മാത്രമല്ല ലോകത്തുള്ളത്. പക്ഷെ അത് ആ 4 മദ്ഹബുകൾക്ക് കിട്ടിയ സ്വീകാര്യതയാണ്. അപ്പോൾ ഇഖ്ലാസിനനുസരിച്ചിട്ട് ആ മാറ്റം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എത്ര ഇഖ്ലാസ് ഉള്ളവരാണോ അതനുസരിച്ചിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ സ്വീകാര്യരാകും. അപ്പോൾ ഇവിടെ നമുക്ക് പേരും പ്രശസ്തിയും പെരുമയൊന്നും ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ് എപ്പോഴും നമ്മൾ കൊതിക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കാര്യത്തിൽ പേടിക്കുന്നത് ചെറിയ ശിർക്കിനെയാണ്. വമശ്ശിർക്കുൽ അസ്ഗറു യാ റസൂലല്ലാഹ്, എന്താണ് ആ ചെറിയ ശിർക്ക് എന്ന് സഹാബിമാർ ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർരിയാ, ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ റിയാ ആണ്. ഒരിക്കൽ സഹാബിമാർ മസീഹുദ് ദജ്ജാലിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മസീഹുദ് ദജ്ജാലിൻ്റെ ഫിത്നയും പരീക്ഷണമൊക്കെ ഇങ്ങനെ അവരിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹിദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാലിനെക്കാളും കൂടുതൽ നിങ്ങളുടെ പേരിൽ ഞാൻ പേടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അശ്ശിർക്കുൽ ഖഫി, അത് ഗോപ്യമായ ശിർക്കാണ്. എന്നിട്ട് അതെന്താണെന്ന് നബി വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. ഒരാൾ നിസ്കരിക്കാൻ നിന്നു, അപ്പോൾ വേറൊരാൾ ഓനെ നോക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഓനെന്ത് ചെയ്യാണ്, നിസ്കാരം ഒന്നും കൂടിയൊക്കെ ഒന്ന് ഉഷാറാക്കുകയാണ്. ഓൻ വലിയ നിസ്കാരക്കാരനായിട്ട് മാറുകയാണ്. അതാണ് മസീഹുദ് ദജ്ജാലിനെക്കാളും കൂടുതൽ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ പേടിക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിയാ വരാൻ പാടില്ല. നമ്മുടെ കർമ്മങ്ങൾ കലർപ്പില്ലാത്തതാകണം. ഓട്ടയുള്ളൊരു ബക്കറ്റിലാണ് നമ്മൾ വെള്ളം നിറക്കുന്നത് എങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ 100% ഇഖ്ലാസ് ഉള്ളവരാകാൻ നമ്മൾ പ്രയത്നിക്കുക. അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് നമ്മൾ കൊതിക്കുക. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകില്ലല്ലോ. നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കൂലി കിട്ടണമെന്ന് വിചാരിച്ച് ചെയ്തൊരു നന്മ ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകൂല. അള്ളാഹു അത് മറന്നു പോവോ? അള്ളാഹുവിൻ്റെ മലക്കുകൾ അത് രേഖപ്പെടുത്താതിരിക്കുമോ? ഒരിക്കലുമില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഫിറൗൻ്റെ അടുക്കൽ വന്നിട്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തല്ലോ. അപ്പോൾ മൂസാ നബിയോട് ഫിറൗൻ ചോദിക്കുന്നുണ്ട്, ഖാല ഫമർ റബ്ബുക്കുമാ യാ മൂസ, മൂസ നീയും ഹാറൂനും പറയുന്ന റബ്ബ് ഏതാണ്? ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ സൃഷ്ടികൾക്കും ആവശ്യമായതൊക്കെ കൊടുത്ത് അവർക്ക് വഴി കാണിച്ചു കൊടുത്തവനാണ് എൻ്റെ റബ്ബ്. അപ്പോൾ മൂസാ നബിയോട് ഫിറൗൻ്റെ അടുത്ത ചോദ്യമാണ്, ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊല. അപ്പോൾ മുൻകഴിഞ്ഞ ജനതയുടെ അവസ്ഥ എന്താണ്? എന്താ മൂസാ നബി പറഞ്ഞത്? ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ് ലാ യദില്ലു റബ്ബി വലാ യൻസാ. ഓരെ പറ്റിയിട്ടുള്ള അറിവൊക്കെ എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ അവിടെ കിതാബിലുണ്ട്. എൻ്റെ റബ്ബിന് ഒരിക്കലും തെറ്റുകയില്ല, എൻ്റെ റബ്ബ് ഒരിക്കലും മറന്നു പോവുകയും ഇല്ല എന്നാണ്. അപ്പം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒരു ഹക്കും നഷ്ടപ്പെടുകയില്ല നമ്മൾ അതിന് അർഹരാണെങ്കിൽ. അപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് ഒരാൾ കടം വാങ്ങിപ്പോയി, അവർക്കത് ഓർമ്മയില്ലെങ്കിൽ, നമ്മളത് ചോദിച്ചിട്ടില്ല എങ്കിൽ അതങ്ങനെ ആ വഴിക്ക് പോയി. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് പോയി, ഒരു കൂലിപ്പണിക്കാരനാണെന്ന് വിചാരിക്കുക. അയാൾ വൈകുന്നേരം വരെ പണിയെടുത്തു, അയാൾക്കുള്ള കൂലി കൊടുത്തു. ആ കൂലി ചിലപ്പോൾ മതിയായ കൂലി ആയിരിക്കില്ല, ഓൻക്ക് തികയുന്ന, ഓൻ സംതൃപ്തിപ്പെടുന്ന തരത്തിലുള്ള കൂലി ആയിരിക്കില്ല ഓൻക്ക് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അള്ളാഹു തരുന്ന കൂലി അത് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തുന്ന കൂലിയാണ്. കൂടുതൽ 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 നൽകുന്നവനാണ് നമ്മുടെ റബ്ബ്. എത്ര തന്നാലും തീരാത്തൊരു ഖജനാവ് അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കൂലിയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാനും നിങ്ങളും കൊതിക്കേണ്ടത്. ഒരാഴ്ച നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഈമാൻ നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ, വഖുൽ ഇന്നമൽ ഈമാനു ഖൗലുൻ വനിയ്യത്തുൻ വഫിഅലുൻ അലാ ഖൗലിൻ നബിയ്യി
മുസറഹു യൻഖുസു തൗറൻ ബിൽ മആസി വതറതൻ ബിതഅതിഹി യൻമി വഫിൽ വസ്നി യർജഹു. ഒരാളുടെ ഈമാൻ എല്ലാ സമയത്തും ഒരേപോലെ ആയിരിക്കൂല. ആ ഈമാൻ കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. നന്മകൾ ചെയ്യുമ്പോൾ ഈമാൻ കൂടും. ഖുർആൻ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ ഈമാൻ കൂടും. തിന്മകൾ ചെയ്യുമ്പോൾ, തെറ്റുകൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ ഈമാൻ കുറയും. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. ആരാണ് ഈമാനുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞൊരു കാര്യം അതാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. ഈമാനുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റിയിട്ട് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾ വിറക്കും, പ്രകമ്പനം കൊള്ളും. അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കൊടുത്താൽ അവരുടെ ഈമാൻ കൂടുകയും ചെയ്യും. അപ്പോൾ ഇബ്നു കസീറും തൊബരിയും ഇമാം സഅദിയുടെ തഫ്സീറും ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയുടെ തഫ്സീറൊക്കെ മുന്നിൽ വെച്ചിട്ട് ഒരു ഉസ്താദ് ക്ലാസ് എടുത്ത് തരുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ഈമാനിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള, നമ്മുടെ ഈമാൻ ഒരു പുതിയ ഊർജം കിട്ടാനുള്ള മാർഗമാണ്. അതുപോലെ തന്നെ എന്നോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഓതാൻ മാത്രമുള്ള ഒരു കിതാബല്ല. ഖുർആൻ ഓതിയ കൂലിയുണ്ട്. ഒരു ഹർഫ് ഓതിയാൽ 10 കൂലിയാണ് അള്ളാഹു ഉദ്ദേശിക്കണേ. അതിനപ്പുറത്തേക്കും അള്ളാഹു നമുക്ക് തരും. ഓരോരുത്തരുടെയും ഇഖ്ലാസ് അനുസരിച്ച്, പരിശ്രമം അനുസരിച്ചിട്ട് ആ കൂലിയിൽ മാറ്റം ഉണ്ടാകും. എന്നാൽ വെറുതെ ഓതാൻ മാത്രമുള്ള ഒരു ഗ്രന്ഥമാണ് ഖുർആൻ? ഒരിക്കലും അല്ല. ഖുർആൻ്റെ ആളുകൾ അവർ അള്ളാഹുവിൻ്റെ ആളുകളാണെന്നാണ് പറഞ്ഞത്. എന്താ അള്ളാഹുവിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഓതുന്ന ആൾക്കാരാ? ഖുർആൻ ഓതുന്നത് എവിടെ കാണണം? നമ്മുടെ ജീവിതത്തിൽ കാണണം. വയസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. അല്ലേ, കള്ളുടിക്കാൻ പാടില്ല, കള്ള് ഭയങ്കര പ്രശ്നമാണെന്നുള്ളൊക്കെ ആയത്തൊക്കെ ഒരാൾ നല്ല ഉഷാറായിട്ട് നല്ല കാലിൻ്റെ ശബ്ദത്തിലൊക്കെ ഓതുക. എന്നിട്ട് വൈകുന്നേരമായിട്ട് ഓന് പള്ളം അറച്ചും മൂന്തിയിട്ട് പെരയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുക. ഓൻ ഖുർആൻ്റെ ആളാണോ? ഒരിക്കലും ഖുർആൻ്റെ ആളല്ല. യാ അയ്യുഹൻ നബി കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിൻ. അവരവരുടെ മൂടുപടങ്ങൾ താഴ്ത്തി കൊടുക്കട്ടെ, ശരീരം മുഴുവൻ മറക്കട്ടെ. ദാലിക അദ്നാ അൻ യുഅറഫ്ന ഫലാ യുദൈൻ. അതാണ് അവർ തിരിച്ചറിയപ്പെടാൻ നല്ലത്, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ ചെയ്യേണ്ടത്. അപ്പം ഈ ആയത്തൊക്കെ ഓതിയിട്ട് ശരീരം മുഴുവൻ മറക്കണം, ഹിജാബൊക്കെ ധരിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ തട്ടം പോലും ഇല്ലാതെ അങ്ങാടിക്ക് ഇറങ്ങി നടക്കുന്ന ഒരു പെണ്ണ് ആയത്ത് ഓതിക്കൊണ്ട് ഖുർആൻ്റെ ആളാവോ? ഇല്ല. ആ ആയത്ത് ജീവിതത്തിൽ കാണണം. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. നിങ്ങളെ വാപ്പാനോട് ഉമ്മാനോട് ഏറ്റവും നല്ല വാക്ക് നിങ്ങൾ പറയണം. അവരോട് ഉഫ് എന്ന് പോലും നിങ്ങൾ പറയാൻ പാടില്ല, അവരെ തുറിച്ച് നോക്കാൻ പാടില്ല. ഇതൊക്കെ ഓതിയിട്ട് വാപ്പാൻ്റെ ഉമ്മാൻ്റെ നേർക്ക് ചാടി കളിക്കുകയാണെങ്കിൽ അവന് ഖുർആൻ്റെ ആളാവില്ല. ഖുർആൻ ഓതി എന്നതുകൊണ്ട് മാത്രം ആരും ഖുർആനിൻ്റെ ആളുകൾ ആകുന്നില്ല. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഓതിയിട്ട് നേരെ സിയമാൻ്റെ മക്കാമ് പോയിട്ട് കുട്ടീനെ തരുമെന്ന് പറഞ്ഞാൽ അവൻ ഖുർആൻ്റെ ആളാവില്ല. ഖുർആനിൻ്റെ ആളാകണമെങ്കിൽ അവർ ഖുർആൻ ജീവിതത്തിൽ പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരുന്നവരായിരിക്കണം. ഖുർആൻ്റെ ഓരോ ആയത്തുകൾ ഇറങ്ങുമ്പോഴും സഹാബിമാരുടെ ലൈഫിൽ ആ മാറ്റം, ആ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സൂറത്തുൽ ഹുജറാത്തിലെ 2ാമത്തെ ആയത്ത് ഭയങ്കര സംഭവമാണ്. ആ ആയത്തിൻ്റെ ഇറങ്ങിയതിന് ശേഷം സഹാബിമാർക്കിടയിലുണ്ടായ മാറ്റം. ബനു തമീമുകാരായ ഒരു സംഘം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. അപ്പോൾ അവർക്കൊരു ലീഡറിനെ വേണം. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് ഖഅഖാ ഇബ്നു മഅബദിനെ ലീഡറാക്കാം, ഖഅഖാ ഇബ്നു മഅബദിനെ ബനു തമീമുകാരുടെ നേതാവാക്കാം. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, നമുക്ക് അഖ്റ ഇബ്നു ഹാബിസിനെ ലീഡറാക്കിയാൽ മതി. അപ്പോൾ അബൂബക്കർ പറഞ്ഞു, ഇന്നോട് എതിരാകാൻ വേണ്ടിയിട്ടല്ലോ ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെയാണല്ലോ, ഞാനൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ അതിനോട് എതിരാകണം എന്ന് വിചാരിച്ചിട്ടല്ല ഇപ്പോൾ വേറൊരു അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു, എനിക്ക് അങ്ങനത്തെ ഉദ്ദേശമൊന്നുമില്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, നിങ്ങളെ അഭിപ്രായം പറഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ശബ്ദം കൂടി തർക്കമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുകയാണ്. നബി ഇരിക്കുന്ന സദസ്സിലാണ് ഇവരുടെ ഈ സംഭാഷണം നടക്കുന്നത്, തർക്കം നടക്കുന്നത്. 7 ആകാശങ്ങൾക്കപ്പുറത്തുനിന്ന് അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങി. യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹ്രി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വെച്ച് നിങ്ങളെ ശബ്ദം ഉയർത്താൻ പാടില്ല. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, വല്ലാഹി ലാ ഉകല്ലിമുക ഇല്ലാ കഅഖിസ് സിറാർ. ഒരു സ്വകാര്യം പറയുന്ന ഒരാൾ എങ്ങനെയാണോ സംസാരിക്കുക അങ്ങനെ അല്ലാതെ ഞാൻ നിങ്ങളോട് വർത്തമാനം പറയൂല എന്നാണ്. ചെവിനോട് ഏറ്റവും അടുത്ത് നിന്നിട്ട് പറഞ്ഞാൽ കേൾക്കുന്ന തരത്തിലേ ഇനി ഞാൻ നിങ്ങളോട് വർത്തമാനം പറയുള്ളൂ. ഒരു ആയത്തിറങ്ങുമ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ഉമർ റളിയല്ലാഹു അൻഹു അതിനേക്കാളും അപ്പുറത്തായിരുന്നു.
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിനൊക്കെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അരികിൽ വെച്ചിട്ട് രണ്ടാൾക്കാർ വലിയ ശബ്ദത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, അതദ്രിയാനി ഐന അൻതുമ, നിങ്ങൾ രണ്ടാൾക്കാർ എവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? മിൻ ഐന അൻതുമ, നിങ്ങൾ ഏത് നാട്ടുകാരാണ്? ഉമർ റളിയല്ലാഹു അൻഹു അവരെ കണ്ടു പരിചയമില്ല. അപ്പോൾ നിങ്ങൾ ഏത് നാട്ടുകാരാണ്? പറഞ്ഞു, ഞങ്ങൾ ത്വായിഫുകാരാണ്. നിങ്ങൾ മദീനക്കാരാണെങ്കിൽ ഞങ്ങളെ നല്ലോണം വേദനിപ്പിക്കുമായിരുന്നു, നിങ്ങൾ വേറെ നാട്ടുകാരായതുകൊണ്ട് ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല. ആ കിടക്കുന്നത് അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബിൻ്റെ ഖബറിൻ്റെ അരികിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഈ ശബ്ദം ഉയർത്തിയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ജീവിതകാലത്ത് അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അവർ കാണിച്ചിരുന്ന ആ റെസ്പെക്റ്റും ആദരവും മരണത്തിന് ശേഷവും അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിൽ കിടക്കുമ്പോഴും സഹാബിമാർ കാണിച്ചു എന്നുള്ളതാണ്. അതാണ് ഒരായത്ത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹുവിനെ കാണുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വരുന്ന ഒരാൾ കണ്ടിട്ടില്ല, നമ്മൾ ചോദിക്കുമല്ലോ, അപ്പോൾ എവിടെ പോയി സാബിത്ത് എവിടെ? സാബിത്തിനെ കാണുന്നില്ലല്ലോ. അപ്പോൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു സാബിത്ത് റളിയല്ലാഹുവിൻ്റെ അയൽവാസിയാണ്. അപ്പോൾ സഅദ് റളിയല്ലാഹു പറഞ്ഞാൽ അറിയില്ല, അന്വേഷിച്ച് നോക്കട്ടെ. അങ്ങനെ അന്വേഷിച്ചപ്പോൾ സാബിത്ത് ബിൻ ഖൈസ് പറഞ്ഞു, പുതിയ ആയത്തിറങ്ങിയത് നിങ്ങൾ കേട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വെച്ചിട്ട് ശബ്ദം ഉയർത്താൻ പാടില്ല, അങ്ങനെ ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും എന്ന ആയത്തിറങ്ങിയത് നിങ്ങൾ കണ്ടില്ലേ? എൻ്റെ ശബ്ദം പൊതുവേ കൂടിയ ശബ്ദമാണ്. ചില ആൾക്കാരുടെ ഒച്ച അങ്ങനെ ഉണ്ടാവുമല്ലോ, വലിയ ഒച്ചയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ വലിയ ഒച്ചയുള്ള ഒരാളായിരുന്നു സാബിത്ത് ബിൻ ഖൈസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷകനായിരുന്നു സാബിത്ത്. അപ്പം ഞാൻ നരകക്കാരനായി പോയല്ലോ, ഞാൻ നഷ്ടക്കാരനായി പോയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആര് നബിൻ്റെ സദസ്സിലേക്ക് വരാതിരിക്കുന്നത്? സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വരാതിരിക്കുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത അറിയിക്കാൻ പറയാണ്, ബൽ ഹുവ മിൻ അഹ്ലിൽ ജന്ന. അല്ല, സാബിത്ത് ബിൻ ഖൈസ് നരകത്തിലെ ആളല്ല, അവൻ സ്വർഗാവകാശിയാണ് എന്ന് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് പറഞ്ഞു ഞാൻ. അപ്പോൾ ഇങ്ങനെയാണ് ഖുർആൻ സഹാബിമാരെ പിടിച്ചു കുലുക്കിയത്, അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ആഴ്ചയും ഖുർആൻ ക്ലാസ്സിൽ വന്നിരിക്കുന്നുണ്ട്, കുറേ ആയത്തും ഹദീസൊക്കെ കേട്ട് പോകുന്നുണ്ട്. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ല എങ്കിൽ അൽ ഖുർആൻ ഹുജ്ജത്തുൻ ലക് ഔ അലൈക്. ഒന്നിരിക്കൽ ഖുർആൻ നമുക്ക് അനുകൂലമായിട്ട് തെളിവ് പറയും, അല്ലെങ്കിൽ നമുക്കെതിരെ സാക്ഷി പറയുമെന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഖുർആൻ നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയാൻ നമ്മൾ പഠിച്ച ആയത്തുകളും നമ്മൾ ഓതിയ ഹദീസുകളും നമ്മൾ കേട്ട അറിവും ഒക്കെ നമുക്കെതിരെ സാക്ഷി പറയാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഖുർആനിൻ്റെ പഠിതാക്കളായതിൽ നമ്മൾ സന്തോഷിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങൾ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. മക്കയെയും അറേബ്യയെയും ലോകത്തെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുത്തത് ഈ ഗ്രന്ഥത്തിലൂടെയാണ്. ആ ഗ്രന്ഥമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംസാരിച്ചു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ ആ സംസാരം കേട്ടത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സഹാബിമാർക്ക് ഓതിക്കൊടുത്തു. അവർ അടുത്ത തലമുറക്ക് കൈമാറി. അങ്ങനെ കൈമാറി നമ്മുടെ മുമ്പിലെത്തിയ ഈ ഗ്രന്ഥം അത് അള്ളാഹുവിൻ്റെ കലാമാണ്, നമ്മുടെ റബ്ബിൻ്റെ സംസാരമാണ്. ആ കലാമാണ് ഓരോ ആഴ്ചയും നമ്മൾ പഠിക്കുന്നത് എന്ന സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇത് നമ്മുടെ റബ്ബിൻ്റെ വഹിയാണ്. ആ വഹിന് എന്തൊരു വെളിച്ചമാണ്, അതിനെന്തൊരു തെളിച്ചവും പ്രകാശവുമാണ്. ആ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് എത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിനു ശേഷം ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുന്നുണ്ട്. ഇൻതലിഖ് ബിനാ ഇലാ ഉമ്മി ഐമൻ, നമുക്ക് ഉമ്മു ഐമൻ്റെ അരികിലേക്കൊന്ന് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ ഇടക്കിടക്ക് സന്ദർശിച്ചിരുന്നല്ലോ. അപ്പോൾ നമുക്കും അവരെ സന്ദർശിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അബൂബക്കറും ഉമറും ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഉമ്മു ഐമൻ ഭയങ്കര കരച്ചിൽ. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയാൻ. അപ്പോൾ അബൂബക്കറും ഉമറും അവരെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, ഫമാ ഇൻദല്ലാഹി ഖൈറുൻ ലിറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതല്ലേ അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഹൈറായത്. അള്ളാഹുവിൻ്റെ അടുക്കലേക്കല്ലേ നമ്മുടെ റസൂൽ തിരിച്ചു പോയിട്ടുള്ളത്, പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പോൾ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നി ലഅലമു അന്ന മാ ഇൻദല്ലാഹി ഖൈറുൻ ലിറസൂലിഹി. അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഹൈർ എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ കരഞ്ഞത് അതിനല്ല. അന്നൽ വഹ്യ ഖദ് ഇൻഖതഅ മിനസ് സമാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള മദീനയിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ വന്നിരുന്നു. 7 ആകാശങ്ങൾക്ക് അപ്പുറത്തുനിന്ന് അള്ളാഹുവിൻ്റെ വഹീൻ്റെ വാക്കുകളുമായിട്ട് വചനങ്ങളുമായിട്ട് ജിബ്രീൽ ഇറങ്ങിയിരുന്നു. ഇനി ആ ജിബ്രീൽ വഹിയുമായിട്ട് മദീനയിൽ വരില്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ വഹീൻ്റെ വെളിച്ചവുമായിട്ട് ഖുർആനിൻ്റെ ആയത്തുകളുമായിട്ട് ജിബ്രീൽ വരില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറയുമ്പോൾ ആ കരച്ചിലിൻ്റെ കൂടെ അബൂബക്കറും ഉമറും കരയാണ്. അപ്പോൾ ആ വഹീൻ്റെ വെളിച്ചമാണ് നമ്മുടെ കയ്യിലുള്ളത്. അള്ളാഹു 7 ആകാശങ്ങൾക്ക് അപ്പുറത്തുനിന്ന് ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണിത്. ആ ഗ്രന്ഥം ഒരിക്കലും തെറ്റുകയില്ല, അതൊരിക്കലും പഴക്കുകയില്ല. അപ്പോൾ വഹീൻ്റെ പഠിതാക്കളായി എന്ന കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും സന്തോഷിക്കുക. പ്രിയപ്പെട്ടവർ, ഈ പഠനത്തിന് വമ്പിച്ച കൂലിയും പുണ്യവുമാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അസ്ഹാബ് സുഫക്കാരുടെ അരികിലേക്ക് ചെന്നു. അസ്ഹാബ് സുഫക്കാരുടെ അരികിലേക്ക് ചെന്നിട്ട്, അസ്ഹാബ് സുഫക്കാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മദീന പള്ളിയിൽ നാടും വീടൊക്കെ ഒഴിവാക്കി വന്ന ഹിജറ പോകുന്ന മനുഷ്യന്മാരാണ്. ദരിദ്രരാണ്, അങ്ങേയറ്റം ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന മനുഷ്യന്മാരാണ്. അപ്പോൾ ഓരോരുത്തർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അയ്യുക്കും യുഹിബ്ബു അൻ യഗ്ദൂ കുല്ല യൗമിൻ ഇലാ ബുത്ഹാൻ ഔ ഇലൽ അഖീഖ്. ആരാണ് ബുത്ഹാനിലേക്ക് എല്ലാ ദിവസവും രാവിലെ പോയിട്ട്, അല്ലെങ്കിൽ അഖീഖിലേക്ക് എല്ലാ ദിവസവും രാവിലെ പോയിട്ട് നല്ല പൂഞ്ഞയുള്ള മുന്തിയ 2 ഒട്ടകങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? എങ്ങനെ? ഗൈരി ഇസ്മിൻ വലാ ഖത്ഇ റഹ്മിൻ, കുടുംബ ബന്ധം മുറിക്കാതെ ഒരു തെറ്റും ചെയ്യാതെ അങ്ങനെ 2 ഒട്ടകങ്ങളെ സ്വന്തമാക്കാൻ നിങ്ങൾ ആരാണ് കൊതിക്കുന്നത്? യാ റസൂലല്ലാഹ് നുഹിബ്ബു ദാലിക്, അല്ലാഹുവിൻ്റെ റസൂലെ ഞങ്ങളെല്ലാവരും അത് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഫലാ യഗ്ദു അഹദുക്കും ഇലൽ മസ്ജിദ് ഫയഅലമ ഔ യഖറഅ ആയതൈൻ മിൻ കിതാബില്ലാഹി ഖൈറുൻ ലഹു മിൻ നാഖതൈൻ. നിങ്ങൾ ആരെങ്കിലും രാവിലെ പ്രഭാതത്തിൽ പള്ളിയിൽ പോയിട്ട് 2 ആയത്ത് ഓതിയാൽ, അല്ലെങ്കിൽ 2 ആയത്ത് പഠിച്ചാൽ, ആ നല്ല മുന്തിയ 2 ഒട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് ആ 2 ആയത്ത് ഓതലാണ്, അല്ലെങ്കിൽ ആ 2 ആയത്തുകൾ പഠിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ആരെങ്കിലും 3 ആയത്ത് ഓതാണെങ്കിൽ അതാണ് 3 ഒട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാളും നല്ലത്. ഖൈറുൻ ലഹു മിൻ 3 വഅർബഉൻ ഖൈറുൻ ലഹു മിൻ 40. അപ്പോൾ തന്നെ 4 ആയത്ത് ഓതാണെങ്കിൽ 4 ഒട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാളും നല്ലത് ആ 4 ആയത്തുകൾ ഓതലാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം അങ്ങനെ അത്രക്കും പുണ്യവും കൂലിയും അള്ളാഹു തന്നിട്ടുള്ളൊരു ഗ്രന്ഥമാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാ ആഴ്ചയും ആ ഗ്രന്ഥത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് എന്ന സന്തോഷം നമുക്കുണ്ടാകണം. കുറച്ചൊക്കെ ഒന്ന് റിസ്ക് എടുത്ത് പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശീലിക്കണം. അപ്പോൾ നമ്മളുടെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, എല്ലാ ആഴ്ചയും ക്ലാസ്സിന് വരും, ക്ലാസ് കേൾക്കും, നമ്മൾ പോകും. അടുത്ത ആഴ്ച വരും, ക്ലാസ് കേൾക്കും, നമ്മൾ പോകും. ഒരാഴ്ച കേട്ടത് അടുത്ത ആഴ്ച ആകുമ്പോഴത്തേന് നമ്മൾ മറന്നിട്ടുണ്ടാകും. പിന്നെ എവിടെയെങ്കിലൊക്കെ ഓർമ്മയുടെ ഏതെങ്കിലും ഒരു കോണിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാകും. അതുപോലെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് വ്യവസ്ഥാപിതമായിട്ട്, ഞാൻ ആരും കുറ്റപ്പെടുത്തില്ല, നമ്മളൊക്കെ വന്ന സാഹചര്യങ്ങളും നമ്മൾ വളർന്ന ചുറ്റുപാടൊക്കെ അങ്ങനെയാണ്. നമ്മൾ അങ്ങനത്തെ ഒരു ശൈലിയോ രീതിയോ കണ്ട് പരിചയിച്ചിട്ടുണ്ടാവില്ല. എന്നാലും ഒരു പുസ്തകം നമ്മുടെ കയ്യിൽ വേണം, ഒരു പുസ്തകം നമ്മുടെ കയ്യിൽ വേണം. അതിൽ നമ്മളിപ്പോൾ ഈ ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത്, ഇപ്പോൾ ഒരു വെള്ളിയാഴ്ച ഖുത്ബയിൽ നമുക്ക് കിട്ടിയ പുതിയൊരു അറിവ്, അത് നമ്മൾ എന്ത് ചെയ്തു? ഖുത്ബ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് നമ്മളതൊന്ന് അതിൽ രേഖപ്പെടുത്തി വെക്കുന്നു. പിന്നീട് എപ്പോഴെങ്കിലും നമ്മളത് മറിച്ച് വെക്കുമ്പോൾ അതൊന്നുകൂടി നമുക്ക് ഓർമ്മയാകുന്നു. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ പേരക്കുട്ടികളൊക്കെ വിരുന്നിന് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് അത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠനം, ഒരു എഴുതിയെടുത്തിട്ടുള്ളൊരു പഠനം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ വേണം. ഈ മുൻകാല പഴയ കാലത്തൊന്നും പ്രിൻ്ററില്ലല്ലോ. അവർക്കൊരു കിതാബ് വേണമെങ്കിൽ അവരത് കൈകൊണ്ട് എഴുതിയെടുക്കുകയാണ് ചെയ്യുക. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയുടെ ജീവിതം വായിച്ച സമയത്ത് അദ്ദേഹം സാദുൽ മആദിൻ്റെ ടെക്സ്റ്റ്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആലയുടെ 4-5 വോളിയുള്ള കിതാബാണ് സാദുൽ മആദ്. ആ സാദുൽ മആദിൻ്റെ ടെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എഴുതിയെടുക്കാൻ. സഹീഹുൽ ബുഖാരിയുടെ ടെക്സ്റ്റ് 5000-7000 ഹദീസുകളുണ്ട്. ആ ടെക്സ്റ്റ് കൈകൊണ്ട് എഴുതിയെടുക്കാൻ പണ്ടത്തെ കാലത്ത് ഒരങ്ങനെ എഴുതിയെടുത്തിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പം അത്രക്കൊന്നും റിസ്ക് നമുക്കില്ല എങ്കിലും നമുക്ക് ഒരു എഴുതിയെടുക്കുന്ന ഒരു ശീലം വേണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മുൻഗാമികൾക്കൊക്കെ കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു, ഒരു ടൈം ടേബിൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ രാത്രിയെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ജസഅത്തുൽ ലൈല സലാസത അജ്സാഇൻ, രാത്രിയെ ഞാൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. സുലുസൻ ഉസല്ലി, 3-1 ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. വസുലുസൻ അനാമു, 3-1 ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. വസുലുസൻ ദക്കറു ഫീഹി ഹദീസ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രാത്രിയുടെ 3-1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഓർത്തെടുക്കാൻ, പഠിച്ചത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അത് ഹിഫ്ളാക്കി അതിന് വേണ്ടിയിട്ടുള്ള സമയമാണ് രാത്രിയുടെ 3-1. നമുക്ക് ആകെ ഒറ്റ രാത്രിയേ ഉള്ളൂ, അത് ഉറങ്ങാനുള്ള രാത്രിയാണ്.
പക്ഷെ മുൻഗാമികൾ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ മുൻഗാമികൾക്ക് ഒരുപാട് ഉദാഹരണങ്ങളും ജീവിതമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടിയത് നമ്മൾ എടുക്കും അല്ലേ, നമുക്ക് തിരക്കടില്ല എന്ന് തോന്നുന്നത് അത് ഉഷാറാണ്, അത് ഞാൻ ചെയ്തോളാം. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ ഉസ്താദ് ഫൈസൽ മൗലവി ജാമിയിലെ പള്ളിയിൽ വെച്ചിട്ട് ഒരിക്കലും ഒരു ദർസ് എടുത്തു. അപ്പോൾ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹു തആലയുടെ ജീവിതമായിരുന്നു ദർസിൻ്റെ വിഷയം. അപ്പോൾ അബൂ ഹനീഫ റഹിമഹുല്ലാഹു തആലയുടെ ഷെഡ്യൂളിൽ അദ്ദേഹത്തിന് ഉച്ചയുറക്കമുണ്ട്, ഉച്ചക്ക് ഉറങ്ങുന്ന ശീലമുണ്ട്. അപ്പോൾ ദർസൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു വരുമ്പോൾ കുട്ടികളിങ്ങനെ ചോദിക്കും, എന്താ ഇന്നത്തെ ദർസിന് കിട്ടിയത്, എന്താ മനസ്സിലായത്, എന്തൊക്കെ ഫായിദകൾ കിട്ടി. അപ്പോൾ അബൂ ഹനീഫ റഹിമഹുല്ലാഹു തആലയുടെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഫായിദ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരുത്തൻ പറഞ്ഞു, എന്തായാലും ഉച്ചയുറക്കത്തിന് തെളിവായിക്കണം, ഉച്ചക്ക് ഉറങ്ങാമെന്നതിന് തെളിവായിട്ടുണ്ട്. അബൂ ഹനീഫ എന്ത് ചെയ്തിട്ടുണ്ട്, ഉച്ചക്ക് ഉറങ്ങിയിട്ടുണ്ട് എന്നാണ്. ഇമാം നസായി റഹിമഹുല്ലാഹു തആല ഒരു ദിവസം ഒരു ഫുൾ കോഴി അടിച്ചിരുന്നതാണ്, ഒരു ദിവസം ഒരു ഫുൾ കോഴി. അപ്പോൾ ആ ജാതി മാതൃകയൊക്കെ ഉണ്ടെങ്കിൽ പോരട്ടെ, അത് നമുക്ക് നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഓര് തിന്നതും ഓര് ഉറങ്ങിയതൊക്കെ നമ്മളെ അടുത്തുണ്ട്. പക്ഷെ രാവും പകലും ഇല്ലാതെ അറിവിന് വേണ്ടിയിട്ട് ഓരോ അധ്വാനിച്ചതും ഗ്രന്ഥങ്ങൾ കൈകൊണ്ട് പകർത്തി എഴുതിയതും ഫജറിന് മുമ്പ് ഉസ്താദുമാരുടെ ദർസിലേക്ക് തിരക്കിട്ട് ഓടിച്ചെന്നതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ ആ മുൻഗാമികളുടെ ജീവിതത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വലിയൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ റിസ്ക് എടുത്താൽ നമുക്ക് കൂടുതൽ അറിവ് കിട്ടും, റിസ്ക് എടുത്താലേ അറിവ് കിട്ടുകയുള്ളൂ. അപ്പോൾ അറിവിന് വേണ്ടിയിട്ട് അങ്ങനെ ത്യാഗങ്ങൾ സഹിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം പരിശ്രമിക്കുക, ഇത് എത്തിച്ചു കൊടുക്കുക. ഇത് നമ്മൾ പഠിച്ചിട്ട് നമ്മളെ അടുക്കൽ മാത്രം ഒതുങ്ങാൻ പാടില്ല. ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്താണ് നിങ്ങൾ എൻ്റെ അടുക്കൽ നിന്ന് പഠിച്ചത് എങ്കിൽ ആ ആയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഒരായത്താണ് ശരിക്കും നമ്മൾ മനസ്സറിഞ്ഞ് പഠിച്ചത്, ഒരു സൂറത്താണ് നമ്മൾ പഠിച്ചത്, ആ സൂറത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്കും എത്തണം, നമ്മുടെ കുടുംബക്കാർക്ക് കിട്ടണം, നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് അത് എത്തണം, നമ്മുടെ ഫ്രണ്ട്സിന് എത്തണം. അപ്പോൾ അങ്ങനെ അത് ഷെയർ ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടി, ഒരു രീതി കൂടി നമ്മൾ ഓരോരുത്തരും കാണുക. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുക, ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ഷഫീഅൻ ലി അസ്ഹാബിഹി, അത് അതിൻ്റെ ആളുകൾക്ക് നാളെ അല്ലാഹുവിൻ്റെ അടുക്കൽ റെക്കമെൻഡ് പറയും, ശുപാർശ പറയും. ഖുർആൻ നമുക്ക് വേണ്ടിയിട്ട് ശുപാർശ പറയുമെന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഖുർആനിൻ്റെ ശുപാർശ കിട്ടാൻ, റെക്കമെൻഡേഷൻ കിട്ടാനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. പരമാവധി ക്ലാസ്സുകൾ മുടക്കാതിരിക്കാൻ എന്ത് ചെയ്യുക, ഇനി തുടർന്ന് അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കൂടെ സൈഫുള്ള ഉസ്താദാണ് ഉണ്ടാവുക. ക്ലാസ്സുകൾ പരമാവധി മുടക്കാതിരിക്കാൻ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഇതിന്നുകൊണ്ട് വലിച്ചു കൊണ്ടുപോകാൻ ആര് നോക്കുക, ശൈത്താൻ നോക്കുക. നമ്മളെ ഉസ്താദ് ഫൈസൽ മൗലവി പറയലുണ്ട്, ജാമ്യയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജാമ്യക്ക് തറക്കല്ലിട്ട സമയത്ത് ഇബ്ലീസ് അപ്പുറത്തും അവൻ്റെ കൂട്ടാളികളെയും കൂട്ടിയിട്ട് വേറൊരു സ്ഥാപനത്തിന് തറക്കല്ലിട്ടിട്ടുണ്ട്. അതെന്തിനാ, ഇവിടെ വരുന്നവനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഇവിടുന്ന് നാട്ടിൽ അയക്കാനുള്ള പരിപാടിയാണ് ഓനെടുക്കുക. കാരണം അവിടുന്ന് പഠിച്ചിറങ്ങിയ ഒരു ആലിം ഇറങ്ങിയാൽ ഒരു നാട് ആ ആലിമിനെ കൊണ്ട് പ്രകാശിക്കും, അതൊരിക്കലും അവനക്ക് സഹിക്കൂല. അപ്പോൾ ഇത് നാട്ടിൽ പോയിക്കോ, എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ നാട്ടിലല്ലേ ഉള്ളത്, എനിക്കിത് പഠിച്ചാലൊന്നും തിരിയും, ഇത് അറബിയാണ്, ഇത് ടൈറ്റാണ്, ഭയങ്കര ഭാരമാണ്, ഇതൊന്നും എടുത്താൽ പൊന്തൂല എന്നൊക്കെ പറഞ്ഞിട്ട് അന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നാട്ടിൽ പറഞ്ഞേക്കാനാണ് നോക്കുക എന്ന് നമ്മുടെ ഉസ്താദ് പറയുന്നത് ഓർമ്മയിൽ വരാൻ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ആഴ്ച ഇവിടെ ശനിയാഴ്ച ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ അപ്പുറത്ത് ഓനിങ്ങനെ കിടന്ന് അസ്വസ്ഥനാകുന്നുണ്ടാകും. അപ്പോൾ ഇബ്ലീസിന് തീരെ ഇഷ്ടമില്ലാത്തൊരു പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കിട്ടിയാൽ മെല്ലെ അങ്ങോട്ട് മുങ്ങാം എന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. ആ കാരണങ്ങൾ മാറ്റി വെച്ചിട്ട് ഖുർആൻ ക്ലാസ്സിൽ വന്നിരിക്കുകയാണെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കുന്നവർക്ക് കൂടുതൽ കൂലി കിട്ടും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഏതായാലും അള്ളാഹു ഉപകാരപ്രദമായ അറിവ് നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. ഏതായാലും ജീവിതയാത്രക്കിടയിൽ നന്ദി എന്നൊരു സ്ഥലത്ത് എത്തുമെന്നും നന്ദിക്കാരിൽ ഇവിടെ നിങ്ങളെപ്പോലെയുള്ള നല്ല മനുഷ്യന്മാരുടെ കൂടെ കുറച്ച് കാലമാണെങ്കിലും ഒരുമിച്ച് കൂടാൻ പറ്റുമെന്നും നമ്മളാരും കണക്ക് കൂട്ടിയതല്ല. എല്ലാം അള്ളാഹു നിശ്ചയിക്കുന്നതാണ്, അള്ളാഹുവിൻ്റെ പ്ലാനുകളാണ് നടക്കുന്നത്. അപ്പോൾ ഏതായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെയുള്ള യാത്ര ഞാൻ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയിലെ ഖുത്ബയും ശനി ഞായറുള്ള മദ്രസയും അതുപോലെ തന്നെ ഈ ഖുർആൻ ക്ലാസ്സൊക്കെ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിഞ്ഞ സേവനമായിട്ട് കരുതുന്നു. അത് അള്ളാഹു സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അപ്പോൾ ചില സമയത്തൊക്കെ സംസാരിക്കുമ്പോൾ വൈകാരികമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകും. കൂടുതലും ഖുത്ബകളിലായിരിക്കും. ഖുർആൻ ക്ലാസ്സിൽ പൊതുവേ അങ്ങനത്തെ ഒരു ശൈലി ഉണ്ടാവലില്ല, കൂടുതലും ഖുത്ബകളിലായിരിക്കും. നിങ്ങളെല്ലാവരും ഖുത്ബയിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആരെങ്കിലും വേദനിപ്പിക്കുന്ന എന്തെങ്കിലും വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രബോധകൻ്റെ നസീഹത്തായിട്ട് നിങ്ങൾ കരുതുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഒന്നും പറഞ്ഞിട്ടില്ല.
അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനയോ വിഷമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ആത്മാർത്ഥമായിക്കൊണ്ട് ക്ഷമ ചോദിക്കുകയാണ്. ഏതായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവരാണ് നമ്മൾ ഒരുമിച്ചത് ഏതെങ്കിലും കച്ചവടത്തിൻ്റെ പേരിലോ ഒരു ബിസിനസ്സിന് പാർട്ട്ണർമാരായിട്ടൊന്നും അല്ലല്ലോ. നമ്മൾ ഒരുമിച്ചത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സ്നേഹം അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ കിട്ടുന്ന സ്നേഹമാണ്. ആ അർശിൻ്റെ തണലിൻ്റെ അർഹരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തരട്ടെ. നമ്മളൊക്കെ ഒരുപാട് പോരായ്മകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉള്ള മനുഷ്യന്മാരാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സുഫിയാൻ ബിൻ ഉയൈന അല്ലെങ്കിൽ സുഫിയാൻ സൗരി, രണ്ടിലേതെങ്കിലും ഒരാൾ അവർ പറഞ്ഞൊരു വാക്കാണ് ലൗല അസത്തുല്ലാഹി അലൈന, അള്ളാഹുവിൻ്റെ മറ ഇല്ലായിരുന്നുവെങ്കിൽ മാ ജാലസന അഹദുൻ, നമ്മുടെ കൂടെ ഒരാളും ഇരിക്കുമായിരുന്നില്ല. അല്ലേ? നമുക്കറിയുന്നൊരു നമ്മളുണ്ട്, ഒരുപാട് വീഴ്ചകളും പോരായ്മകളുള്ള മനുഷ്യരാണ് നമ്മൾ മാത്രം അറിയുന്ന ആ നമ്മളെ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ അടുക്കൽ വെച്ചിട്ട് വിരൽ കടിക്കാതിരിക്കുക, അവിടെ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കുക.